ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് രേണുസുതിയാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവർ ഇപ്പോൾ രോഗത്തിന് അടിമയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ വേട്ടയാടുന്നവർക്കൊപ്പം നിൽക്കാണ്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എൻ്റെ ചാനലിൽ ചെയ്യുന്നത്. അതിനാൽ തന്നെ എൻ്റെ ഓഡിയൻസിൽ ഒരു വിഭാഗം എനിക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. വീഡിയോസിനൊക്കെ നല്ല രീതിക്ക് പണി തരുന്നുണ്ട്, വീഡിയോ ഒന്നും ഓടുന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രേണുവിൻ്റെ ഒരു റീല് കാണുവാനിടയായി. ഈ ഒരു റീല് കണ്ടപ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇവരോട് പറയണമെന്ന് തോന്നി. സോ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം മറ്റൊന്നുമല്ല, ഇത് ഇവർ ചോദിച്ച് വാങ്ങുന്ന തല്ലുകളാണ്. അത് ചോദിക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ വിഷമം വന്നാലോ. സോ ഇന്ന് രേണുസുതി അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. സോ ഇതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ: വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയാൽ കംപ്ലൈൻറ്റ് ചെയ്യില്ലല്ലോ അല്ലേ? ക്യാൻസർ രോഗി ആയ രേണുസുതിക്ക് സന്ദർശിക്കാൻ പാടില്ലല്ലോ, തെറിത്താത്ത അന്നേരെ കംപ്ലൈൻറ്റ് ചെയ്തല്ലോ. അക്ഷരത്തെറ്റുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതൊക്കെ ഒന്ന് തിരുത്തുക. എന്തായാലും ഇത് രേണു തന്നെ ഇട്ടിരിക്കുന്ന പോസ്റ്റാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം രേണുവിന് മാത്രമേ ഇത്രയും അക്ഷരത്തെറ്റോടുകൂടി തന്നെ ഒരു പോസ്റ്റ് ഇടാണ്ട് സാധിക്കും. ഏതായാലും ഈ ഒരു അവസ്ഥയിലും എരന്ന് തല്ലി മേടിക്കുന്നതിനകത്ത് രേണു ഒട്ടും പിന്നിലല്ല. ഇപ്പം തന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികളെല്ലാം തന്നെ ഒന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ബിഷപ്പും സന്ദീപ് എടപ്പാളും തമ്മിലുള്ള വിഷയങ്ങളൊക്കെയാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് തൻ്റെ പേരും മറ്റ് കാര്യങ്ങളും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കുവാൻ വീണ്ടും രേണുസുതി നെഗറ്റിവിറ്റിയുമായിട്ട് ഇറങ്ങി. അതും ചുമ്മാ ഇരിക്കുന്നവൻ്റെ അണ്ണാക്കിലോട്ട് ഇന്ന് കോലിട്ട് കുത്തുക എന്ന പരിപാടിയാണ് രേണുസുതി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ തുറന്നു പറയും. സോ നമുക്ക് ഈ ഒരു സാധനത്തിന് വന്നിട്ട് കമൻറ്റുകൾ ഓരോന്ന് കണ്ടു നോക്കാം. ആദ്യം നിൻ്റെ മനസ്സ് നല്ലതാക്ക്. ഈ അവസ്ഥയിലും അവളുടെ ഉള്ളിലെ പകയും വിദ്വേഷവുമാണ്. ഇപ്പോൾ നിൻ്റെ ആയുസ്സിന് വേണ്ടി നീ തന്നെ ദൈവത്തോട് അപേക്ഷിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഒരു പരിധി വരെയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തണ്ടേ? അത് സത്യമാണ്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ ഇവരെ കുറ്റപ്പെടുത്താനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. എന്തായാലും ഇതുവരെ നിങ്ങളുടെ ഒരു പോസ്റ്റിനും കമൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന രോഗാവസ്ഥയിൽ മാനസികമായി സന്തോഷം കണ്ടെത്താൻ സ്വയം ശ്രമിക്കുക. പക്ഷേ നിങ്ങളിപ്പോഴും ആരെയൊക്കെയോ കുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഈ സമയത്ത് ആളുകളുടെ വെറുപ്പിന് കാരണമാകാൻ പോസ്റ്റ് ഇടുന്നത്? അതിലെ നല്ലതും മോശവും എല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്. തിരിച്ചു വരാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള കപ്പാസിറ്റിയുമുണ്ട്. സോ ഇത്തരത്തിലുള്ള ധാരാളം കമൻറ്റുകളാണ് വരുന്നത്. എൻ്റെ പൊന്നു രേണുസുതി, ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളെ വിമർശിക്കാണ്ട് ഒത്തിരി അധികം ആളുകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും. ഈ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടി നിങ്ങളെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത്. അവിടുന്ന് റിയാക്ട് ചെയ്യണം, അതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ക്യാൻസർ അല്ല, ക്യാൻസർ എന്നാണ്. പിന്നെ ഒരു അസുഖം വന്ന ഒരുപാട് പേരെ അറിയാം. ഇപ്പോൾ നിങ്ങളെയും ഈ ഒരു സമയത്ത് സ്വയം സന്തോഷം കണ്ടെത്താനും മൈൻഡ് ഫ്രഷ് ആക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ റീൽസ് എടുക്കുന്ന അങ്ങനെ ധാരാളം കമൻറ്റുകളുണ്ട്. ഇതെല്ലാം കൂടി വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ സമയം കൂടിപ്പോകും. എനിക്കെന്തായാലും ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ മെയിൻ ചാനലിനകത്ത് ഇടാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിനകത്താണ് ഇത് ഇടുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ തന്നെ പറ, ഈ ഒരു സ്ത്രീ നന്നാവുമോ ഇല്ലയോ? എന്തായാലും രേണുസുതിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെ ഉള്ള അറ്റാക്കുകൾ മുന്നോട്ട് ഇനിയും തുടരുകയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഉണ്ടാവും. പക്ഷേ ഇവർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം കോൺട്രവേഴ്സികളിൽ നിന്ന് ഇവരെ രക്ഷിക്കാണ്ട്
ഞങ്ങളെല്ലാവരും തലകുത്തി നിന്നാലും നടക്കില്ല. അതാണ് യാഥാർത്ഥ്യം. എന്നാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്ത് സഹകരിക്കുക. നമ്മുടെ മറ്റേ ചാനലിനകത്ത് ഞാനൊന്ന് കോണ്ടൻറ്റ് മാറ്റി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രേണുസുതി ടോപ്പിക്ക് അതിനകത്ത് ചെയ്യാത്തത്. ഇതിനകത്താണല്ലോ ഞാൻ പല കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രേണുസുതി എന്ന് പറയുന്ന കോണ്ടൻറ്റ് ഇനി അധികം പ്രാധാന്യത്തോടു കൂടി തന്നെ ഞാൻ എടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേയധികം സബ്ജക്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സമയം വേണം. ഈ ഒരു രേണുസുതി എന്ന് പറയുന്ന ടോപ്പിക്കിന് പിന്നാലെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ രേണുസുതി കോണ്ടൻറ്റ് മാത്രമായിട്ട് നിറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പൊളിറ്റിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ചെയ്തു തുടങ്ങുന്നുണ്ട്. എന്നാലും പഴയപോലെ റീച്ചില്ല. മേ ബി കുറച്ച് ദിവസങ്ങളും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചാനലൊന്ന് റൺ ആകുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഗൈസ്, ബൈ.